കേരളത്തിലെ HIV ബാധിതർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായം മുടങ്ങിയിട്ട് 9 മാസം. HIV ബാധിച്ചതോടെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കാൻ നിർബന്ധിതരായ ഒരു സമൂഹത്തോടാണ് ഈ സർക്കാർ കൂറത്. പ്രതിമാസം 1000 രൂപ വീതമാണ് HIV ബാധിതർക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നത്. 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് HIV ബാധിതർക്ക് ഒരു കൈത്താങ്ങെന്ന രീതിയിൽ സർക്കാർ ധനസഹായ പദ്ധതി ആരംഭിച്ചത്. തുടക്കകാലത്ത് മാസം 420 രൂപ ധനസഹായവും 120 രൂപ യാത്രാ ഭത്തയുമായിരുന്നു. പിന്നീട് സർക്കാർ ഘട്ടം ഘട്ടമായി 1000 രൂപയാക്കി ഉയർത്തി. HIV ബാധിതർക്ക് ചെറിയ ആശ്വാസമായിരുന്ന ധനസഹായ പദ്ധതിയാണ് 9 മാസമായി മുടങ്ങിയിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായാണ് ധനസഹായം കുടിശ്ശികയായ വിവരം ലഭിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് എല്ലാവരും പിന്തള്ളപ്പെട്ട് എന്നാൽ സമൂഹത്തിൻ്റെ ഒരു പരിഗണന കിട്ടേണ്ട ഒരു വിഭാഗമാണ് HIV പോസിറ്റീവായവർ. ഇവർക്ക് സംസ്ഥാന സർക്കാർ ചെറിയൊരു ധനസഹായം എന്ന നിലയിൽ പ്രതിമാസം ഒരു 1000 രൂപ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ 9-10 മാസത്തിലേറെ കുടിശ്ശികയാണെന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന ഈ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 10500ഓളം HIV പോസിറ്റീവ് ആയവരാണെന്ന് കേരളത്തിലുള്ളത്. അവർക്ക് ഏകദേശം 10 കോടി രൂപയ്ക്ക് താഴെയാണ് ഈ ധനസഹായം കൊടുക്കുന്നതിനുള്ള കുടിശ്ശിക വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം ഏകദേശം 1 കോടി രൂപ ഏകദേശം മതിയാവും സർക്കാരിന് ഇതിൻ്റെ കുടിശ്ശിക കൊടുത്ത് ഈ ധനസഹായം കൊടുക്കാൻ. മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളെല്ലാം കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തു തീർക്കുന്ന സമയത്ത് ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പരിഗണന കിട്ടുകയും അവർക്ക് ലഭിക്കുകയും ചെയ്യേണ്ട ഒരു ധനസഹായം ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പാണത് നൽകുന്നത്. ഈ മുടങ്ങിക്കിടക്കുന്ന തുക കൊടുക്കുന്നതോടൊപ്പം ഇവർക്ക് മറ്റ് സഹായങ്ങളോ മറ്റൊരു പരിചരണമോ ലഭിക്കാത്ത സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടൊരു വിഭാഗമാണ് HIV പോസിറ്റീവ്. അപ്പോൾ അവർക്കൊരു ഈ 1000 രൂപ എന്നുള്ളത് ഒരു 1500 രൂപയെങ്കിലും ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നൊരു സാഹചര്യമാണെന്ന് നിലവിലുള്ളത്. അതിനായിട്ടുള്ളൊരു നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതാണ്. 2023 നവംബർ വരെ അപേക്ഷ നൽകിയ 10458 HIV ബാധിതർക്കാണ് ധനസഹായം ലഭിക്കുന്നത്. 9,41,22,000 രൂപയാണ് കുടിശ്ശിക. അടിയന്തരമായി സർക്കാർ തുകയനുവദിച്ച് കുടിശ്ശിക തീർത്താൽ HIV ബാധിതർക്ക് അത് വലിയ ആശ്വാസമാകുമെന്നാണ് HIV ബാധിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവർ പറയുന്നത്. നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.